നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് എയ്ഗൻ വാല്യൂസ് ആണ്. അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ അതിനകത്ത് കുറച്ചധികം കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എയ്ഗൻ വാല്യൂ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആകുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് എയ്ഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് എയ്ഗൻ വാല്യൂസിലെ ഫസ്റ്റത്തെ പോയിന്റ് ആണ്, ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ദെൻ ദ സം ഓഫ് എയ്ഗൻ വാല്യൂസ് ഓഫ് എ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ അല്ലെങ്കിൽ ട്രേസ് ഓഫ് എ. എന്താ പറയുന്നത്? അതായത് നമ്മുടെ എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് ഇരിക്കട്ടെ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ, 2x2 മെട്രിക്സ് ആവാം, അല്ലെങ്കിൽ 3x3 മെട്രിക്സ് ആവാം. അതല്ല റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണെങ്കിലോ 3x4 2x3 അങ്ങനെയൊക്കെ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. സ്ക്വയർ ആണെങ്കിൽ അവിടുത്തെ കോളത്തിൻ്റെ എണ്ണവും റോയുടെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ സം ഓഫ് എയ്ഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ ആണ്. അതായത് ഇപ്പം ഞാൻ പറയുക, ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഒരു 1 2 3 4 5 6 1 3 1 ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതൊരു 3x3 മെട്രിക്സ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സം ഓഫ് എയ്ഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മിന് തുല്യമായിരിക്കും. ഇതിലെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെടാ? നോക്കിയേ, ഈ 1 5 1 ഇതല്ലേ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ? അപ്പോൾ അതിൻ്റെ സമ്മിന് തുല്യമായിരിക്കും അവിടുത്തെ സം ഓഫ് എന്തെന്ന് പറയുന്നത്, എയ്ഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ 5 1 6 1 7 കണ്ടോ? അപ്പോൾ അതായിരിക്കും അവിടുത്തെ 7 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ സം ഓഫ് എയ്ഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ട്രേസ് ഓഫ് എ എന്ന് പറയാറുണ്ട് കേട്ടോ. എന്താണ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് കിട്ടിയല്ലോ, സം ഓഫ് എയ്ഗൻ വാല്യൂസ് ഓഫ് എ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ ആണ്. അടുത്ത പോയിന്റ് ആണ്, പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ. എന്താണ് പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ? ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അതായത് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസിന് തുല്യമായിരിക്കും. അതായത് ഇവിടെ ഒരു 3x3 മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് 3 എയ്ഗൻ വാല്യൂസ് കാണുമല്ലോ, ആ 3 എണ്ണവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്ത്? അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പറയാം എന്താണ്? അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഡിറ്റർമിനന്റ് ആയിരിക്കും എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. ഫസ്റ്റത്തെ പോയിന്റ് സം ഓഫ് എയ്ഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രേസ് ഓഫ് എ ആണ്. 2 പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അടുത്ത പോയിന്റ് ആണ്, ദ എയ്ഗൻ വാല്യൂസ് ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ സെയിം. നോക്കിയടാ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ്. ഈ എ മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെയും എയ്ഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. എന്താണ്? എയ്ഗൻ വാല്യൂസ് ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ സെയിം. അതായത് ഇപ്പോൾ നോക്കിക്കേ, 1 2 3 4 1 3 2 3 4 ഇതൊരു മെട്രിക്സ് ആണേ. എ എന്ന് പറയുന്നൊരു മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഈ 1 2 3 എന്നുള്ളത് ഇങ്ങനെ വരും, 4 1 3 2 3 4 ഇതായിരിക്കും അതിൻ്റെ ട്രാൻസ്പോസ്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെയും എ ട്രാൻസ്പോസിൻ്റെയും എയ്ഗൻ വാല്യൂസ് സെയിം ആണ്. എയ്ഗൻ വാല്യൂസിന് മാറ്റമൊന്നും വരുന്നില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്ത പോയിന്റ്, ഇഫ് എനി ഓഫ് ദ എയ്ഗൻ വാല്യൂസ് ഓഫ് എ ഈസ് 0 ദെൻ എ ഈസ് എ സിംഗുലർ മെട്രിക്സ്. എന്താണ്? ഇപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ 2x2 ആണെങ്കിൽ അവിടെ 2 എയ്ഗൻ വാല്യൂ ഉണ്ടായിരിക്കും. 3x3 ആണെങ്കിൽ അവിടെ 3 എയ്ഗൻ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ എനി വൺ ഓഫ് ദ എയ്ഗൻ വാല്യൂസ് ഓഫ് എ ഈസ് 0, എയുടെ ഏതെങ്കിലും ഒരു എയ്ഗൻ വാല്യൂ എങ്കിലും 0 ആണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ഒരു സിംഗുലർ മെട്രിക്സ് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്? ഇഫ് എനി ഓഫ് ദ എയ്ഗൻ വാല്യൂസ് ഓഫ് എ ഈസ് 0 ദെൻ എ ഈസ് സിംഗുലർ മെട്രിക്സ്. ക്ലിയർ ആയോ? അടുത്ത പോയിന്റ്, എയ്ഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് എന്താണ്?
ഡയഗണൽ എലമെൻറ്റ്സ്. നോക്കിയടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് എയ്ഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലാർ മെട്രിക്സ്. ഒരു ട്രയാങ്കുലാർ മെട്രിക്സിന്റെ എയ്ഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. അതെന്താടാ, ഒരു ട്രയാങ്കുലർ മെട്രിക്സ് എങ്ങനെ വരും? നോക്കിക്കേ, 1 2 1 നോക്കുക, 0 2 5 0 0 1. ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡയഗണൽ എലമെൻറ്റ്സിന് താഴെയുള്ള എലമെൻറ്റുകളെല്ലാം ഇവിടെ 0 അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കുലർ മെട്രിക്സിൽ തന്നെ അപ്പർ ട്രയാങ്കുലറും ലോവർ ട്രയാങ്കുലറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അപ്പർ ട്രയാങ്കിൾ ആണെങ്കിലും ലോവർ ട്രയാങ്കിൾ ആണെങ്കിലും എന്താണ്, ഒരു ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ കേസിൽ അവിടുത്തെ എയ്ഗൻ വാല്യൂ എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെട്രിക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ എയ്ഗൻ വാല്യൂസ് ഏതൊക്കെയായിരിക്കും. ഏതാ? ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ? 1 2 1. കേട്ടോ, ഈ 3x3 മെട്രിക്സിൻ്റെ എയ്ഗൻ വാല്യൂസ് 1ഉം 2ഉം 1ഉം ആണ്. കാരണം ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എയ്ഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ് ഈസ് എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. അടുത്ത പോയിന്റ്, if lambda 1, lambda 2, etc. up to lambda n are the eigenvalues of A, then the eigenvalues of A raised to n are lambda 1 raised to 1, lambda 2 raised to n, lambda n raised to n എന്ന് പറഞ്ഞു വരും. അതായത് ഇപ്പോൾ lambda 1, lambda 2, lambda 3 എന്ന് പറഞ്ഞാൽ എയുടെ എയ്ഗൻ വാല്യൂസ് ആണെങ്കിൽ എന്താണ്, A raised to n-ൻ്റെ എയ്ഗൻ വാല്യൂസ് എന്ത് വരും? lambda 1 raised to 1, lambda 1 2 raised to അങ്ങനെ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് പ്രോബ്ലം വരുമ്പോൾ അത് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, if lambda 1 and lambda 2, lambda 3, etc. up to lambda n are the eigenvalues of A, then the eigenvalues of the A inverse A inverse-ൻ്റെ എയ്ഗൻ വാല്യൂ എന്ന് പറയുന്നത് 1/λ1, 1/λ2, etc. up to 1/λn ആണ്. അപ്പോൾ A raised to n-ൻ്റെ എയ്ഗൻ വാല്യൂസ് lambda 1 raised to n, lambda 1 raised to lambda 2 raised to n, lambda 3 raised to n എന്ന് പറഞ്ഞ് പോകും. A ഇൻവേഴ്സ് ആണെങ്കിലോ 1/λ1, 1/λ2 എന്നൊക്കെ പറഞ്ഞ് പോകും. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ എ 2x2 മെട്രിക്സ് A where the sum of diagonal element is 10 and the determinant is 21. What are the eigenvalues of A? എന്താണ്? ഒരു 2x2 മെട്രിക്സ് എ തന്നിട്ടുണ്ട്. അവിടുത്തെ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 10 ആണ് അല്ലേ? ഒരു 2x2 മെട്രിക്സ് എടുത്തു. ഇതൊരു 2x2 മെട്രിക്സ് ABCD ആണെന്നിരിക്കട്ടെ. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി ആൻഡ് ദ ഡിറ്റർമിനന്റ് ഈസ് 21. അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 21 ആണ്. അങ്ങനെയാണെങ്കിൽ എയ്ഗൻ വാല്യൂസ് എന്തായിരിക്കും? അപ്പോൾ ഇത് നോക്കിയടാ, നമ്മൾ ഇന്ന് പഠിച്ച ആ 2 പ്രോപ്പർട്ടീസ് ഇല്ലേ, ആ ഫസ്റ്റത്തെ 2 പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. നമ്മൾ പഠിച്ചു സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രേസ് ആണ് അല്ലേടാ, ട്രേസ് ആണെന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സം എന്ന് പറയുമ്പോൾ A പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താടാ? 10 അല്ലേ? ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഡിറ്റർമിനന്റ് 21. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 10 ആണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തിനാ തന്നിരിക്കുന്നത്? നമ്മൾ രണ്ടാമതൊരു പോയിന്റ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനാണെങ്കിൽ ഇവിടെ ഡിറ്റർമിനന്റ് 21 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേടാ ആ 21 എന്ന് പറയുന്നത് അല്ലേ? ഫസ്റ്റത്തെ 2 പ്രോപ്പർട്ടി കൂടെ നോക്കിക്കേ. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രേസ് ആണ്. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്? ഡിറ്റർമിനന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ 10 കിട്ടുന്നു, 2 കൂടി ഗുണിക്കുമ്പോൾ 21 കിട്ടുന്നു. അപ്പം നമ്പർ ഏതായിരിക്കും? ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോവാം. 8ഉം 2ഉം ആണ് എടുക്കുന്നത്. 8ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 10 കിട്ടും. 8ഉം 2ഉം കൂടി ഗുണിച്ച് നോക്കിക്കേ. 8 2 16 അല്ലേ? അപ്പോൾ സെറ്റ് ആവുന്നുണ്ടോ? ഇവിടെ മാച്ച് ആവുന്നുണ്ടോ? പ്രോഡക്റ്റ് 21 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതല്ല എന്ന് മനസ്സിലായി. ഓപ്ഷൻ സിയിലേക്ക് വന്നേടാ. 5ഉം 5ഉം കൂടി കൂട്ടൂ, 10 ആണ്. 5 × 5 25 ആണ്. സോ 21 അല്ല, റോങ് ആണ്.
ഡിയിലേക്ക് നോക്കിക്കേ, 6 4 10 പക്ഷെ 6 4 24 21 അപ്പോൾ അതുമല്ല. ഓപ്ഷൻ ബിയിലേക്ക് വരൂ, 7 3 അല്ലേ, 7 3 കൂടി കൂട്ടുമ്പോൾ 10 കിട്ടി, 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21. സോ എന്താ, 2 കൂടി കൂട്ടുമ്പം 10 വന്നു, ഗുണിക്കുമ്പം 21 വന്നു. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 3 and 7 ആണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇവിടെ അവർ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് 2 ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നതിന് പകരം ഡിറ്റർമിനൻ്റ് 21 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആണ്, ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് അറിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ പറയുന്നത് എന്താ, ഈ പ്രോപ്പർട്ടീസ് എല്ലാം നന്നായി പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? 3 and 7 ആണ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. If the eigenvalues of a matrix are 1, 2, 3, what are the eigenvalues of the matrix A square? കണ്ടോ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് 1, 2, 3 ആണെങ്കിൽ എ സ്ക്വയറിൻ്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? നോക്കിയടാ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റുകളില്ലേ, ഓർക്കുന്നുണ്ടോ? നോക്കിക്കേ, λ1, λ2, λ3 ആർ ദ ഏഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് എ. ദെൻ എന്താണ്, എ റേസ് ടു എന്നിൻ്റെ ഏഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ λ1 റേസ് ടു എൻ, λ2 റേസ് ടു എൻ, λ3 റേസ് ടു എൻ ആണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നിന് പകരം എന്താ, 2 അല്ലേടാ, എ റേസ് ടു എൻ എന്ന് പറഞ്ഞു, ഇവിടെ എ റേസ് ടു എന്നിന് പകരം 2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, λ1 ഇവിടെ 1 ആണ്, λ2 എന്നുള്ളത് 2 ആണ്, λ3 എന്നുള്ളത് ഇവിടെ 3 ആണ്. അങ്ങനെയാണെങ്കിൽ λ1 റേസ് ടു 2 1, λ2 റേസ് ടു 2 4, λ3 റേസ് ടു 2 9. കണ്ടോ, ഏഗൻ വാല്യൂസ് ഓഫ് എ സ്ക്വയർ എന്തായിരിക്കും? ഈ കിട്ടിയ ഏഗൻ വാല്യൂസിൻ്റെ സ്ക്വയർ ആയിരിക്കും. 1 2 3യുടെ സ്ക്വയർ 1 4 9 ആയിരിക്കും. കണ്ടോ, മനസ്സിലായോ? ഇനി എ ക്യൂബിൻ്റെ ഏഗൻ വാല്യൂസ് ആണ് ചോദിച്ചതെങ്കിലോ, എ ക്യൂബിൻ്റെ ആണെങ്കിൽ 1 ക്യൂബ്, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27. അപ്പോൾ 1 8 27 എന്ന് വന്നാനേ. ഇവിടെ എ സ്ക്വയറിൻ്റെത് ചോദിച്ചത് കൊണ്ട് നമുക്ക് എന്തെഴുതാം, 1 4 and 9 എന്ന് എഴുതാം. കണ്ടോ, ഓപ്ഷൻ ബി അല്ലേടാ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ആൻ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് യു, വാട്ട് ആർ ദ ഏഗൻ വാല്യൂസ്? കണ്ടോ, ഈ ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സിനെ നമ്മൾ കൺസിഡർ ചെയ്തു. എന്തായിരിക്കും ഇവിടുത്തെ ഏഗൻ വാല്യൂസ്? നമ്മളിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടിയിലുണ്ടായിരുന്നു. എന്താണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സോ എന്ത് വേണേലും ആയിക്കോട്ടെ, എന്താണ്, ഒരു ട്രയാങ്കുലർ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്താണ്, ഏഗൻ വാല്യൂസ് ആയിരിക്കും അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലേ? അപ്പോൾ ഏഗൻ വാല്യൂസ് എന്താണെന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതൊരു PYQ ആണേ. ഏഗൻ വാല്യൂസ് എന്താണെന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ഏഗൻ വാല്യൂസ്? ഏഗൻ വാല്യൂസ് അവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാടാ? 5 -1 3. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ് 5 -1 and 3. ക്ലിയർ ആയോ? അപ്പോൾ ഇനി തെറ്റിപ്പോകരുത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയാലും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും അവിടുത്തെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് λ is equal to 5 is an eigen values of an invertible matrix A, what are the corresponding eigen values for the inverse of A inverse? ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻവേർട്ടിബിൾ ആയ ഒരു മെട്രിക്സ് ആണ് എ. അതിൻ്റെ ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ലാംഡയുടെ വാല്യൂ 5 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ലാംഡയുടെ വാല്യൂ അല്ലേ? അല്ലെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓർക്കുന്നുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റിലുണ്ടായിരുന്നു. എന്താണത്? ലാംഡ എന്ന് പറയുന്നത്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ ആണ് ലാംഡയെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ 1/λ ആയിരിക്കും. പറഞ്ഞ പോയിന്റ് ഓർമ്മയില്ലേ? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ 5 ആണെങ്കിൽ അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കുമടാ? 1/5 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കുമടാ? 1/5 ആണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ലാംഡയുടെ വാല്യൂ 100 ആണെന്നിരിക്കട്ടെ. സപ്പോസ് ചുമ്മാതെ പറയുവാണ്, 100 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ എന്തായിരിക്കും? 1/100 ആയിരിക്കും അല്ലേ? 1/λ ആണ്. മനസ്സിലായോ? അപ്പോൾ അത് ഈസി അല്ലേ? ആൻസർ 1/5 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് എ മെട്രിക്സ് എ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ആർ ഗിവൺ. ഇഫ് ദ eigen values of A are lambda 1 and lambda 2, what can be said about the eigen values of A transpose? AT അല്ല, A transpose എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്താടാ, എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ്. എയുടെ eigen വാല്യൂസ് ആണ് ലാംഡ 1ഉം ലാംഡ 2ഉം. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ eigen വാല്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. ഓപ്ഷൻസ് പറയുന്നുണ്ട്. ദേ ആർ റെസിപ്രോക്കൽസ് 1/λ1 ആൻഡ് 1/λ2. ആണോ? ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ eigen വാല്യൂസ് ലാംഡ 1ഉം ലാംഡ 2 ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ എന്തായിരിക്കും eigen വാല്യൂസ്? നമ്മൾ പഠിച്ച പോയിന്റ് പ്രകാരം എയുടെ eigen വാല്യൂസ് ലാംഡ 1ഉം ലാംഡ 2ഉം ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെയും എന്താണ് eigen വാല്യൂസ് ലാംഡ 1ഉം ലാംഡ 2ഉം തന്നെയാണ്. പക്ഷേ എ ഇൻവേഴ്സിൻ്റെ ആണെങ്കിൽ 1/λ1ഉം 1/λ2ഉമാണ്. എ ട്രാൻസ്പോസിനും എയ്ക്കും സെയിം തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്നുള്ളത് റോങ് ആണ്. ഓപ്ഷൻ ബി നോക്ക്. ദർ ഇസ് നോ പ്രെഡിക്റ്റീവ് റിലേഷൻഷിപ്പ്. ആണോ? അല്ല, റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് തെറ്റാണ്. 3, ദേ ആർ ദ നെഗറ്റീവ്സ്. ആണോ? -λ1ഉം -λ2ഉം ആണോ? അതുമല്ല. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ദേ ആർ എക്സാക്ട്ലി ദ സെയിം ലാംഡ 1 ആൻഡ് ലാംഡ 2. അതാണ് കറക്റ്റ് വരുന്നത്. കണ്ടോ? എക്സാക്ട്ലി സെയിം ആണ്. എയ്ക്കും എ ട്രാൻസ്പോസിനും സെയിം ആയിട്ടുള്ള eigen വാല്യൂസ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ 3/3 മെട്രിക്സ് എ ദ eigen വാല്യൂസ് ആർ 2, 2 ആൻഡ് 5. വാട്ട് ഈസ് ദ ട്രേസ് ഓഫ് എ? ഒരു 3/3 മെട്രിക്സിൻ്റെ eigen വാല്യൂസ് ആണ് 2, 2, 5 എന്നിവ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ട്രേസ് ഓഫ് എ? എന്തായിരിക്കും എയുടെ ട്രേസ് എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഓർക്കുന്നോടാ. ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സം ഓഫ് eigen വാല്യൂസിനെയാണ് നമ്മൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്, അല്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആയിരുന്നു അത്. സം ഓഫ് eigen വാല്യൂസ് ആണ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ eigen വാല്യൂസ് ഏതൊക്കെയാടാ? 2, 2, 5. അങ്ങനെയാണെങ്കിൽ ട്രേസ് ഓഫ് എ എന്തായിരിക്കും? 2 + 2 + 5 അല്ലേ? അപ്പോൾ എന്താണ് ട്രേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 + 2 + 5 ആണ് സം ഓഫ് eigen വാല്യൂസ്. 5, 2, 7, 2, 9 ആണ്. സോ 9 ആയിരിക്കും ഇവിടുത്തെ ട്രേസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ആ ഒരു പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, if the determinant of a 2/2 matrix is 12 and one of the eigen value is 3, what is the other eigen value? അതെങ്ങനെ ചെയ്യൂടെ? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അതിൻ്റെ ഒരു eigen വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ അതർ വാല്യൂ എന്തായിരിക്കും? നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ആലോചിക്കാനുള്ള കാര്യം, ഡിറ്റർമിനൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്താ eigen വാല്യൂവിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ eigen വാല്യൂ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു, അല്ലേടാ? 2/2 മെട്രിക്സ് ആണെങ്കിലും 3/3 മെട്രിക്സ് ആണെങ്കിലും എന്താ? പ്രോഡക്റ്റ് ഓഫ് eigen വാല്യൂസ് ആണ് അവിടുത്തെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് കിട്ടിയത്? 12 എന്ന് അവർ പറയുന്നുണ്ട്. പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ലാംഡ 1ഉം ലാംഡ 2ഉമാണ് eigen വാല്യൂസ് എങ്കിൽ ലാംഡ 1 × ലാംഡ 2 എന്ന് പറയുന്നതാണ് എന്ത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ലാംഡ 1ൻ്റെ വാല്യൂ ഇവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 3 ആണ്. 3 ആണെങ്കിൽ ലാംഡ 2 എന്തായിരിക്കും? ലാംഡ 2 എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ലാംഡ 1 × ലാംഡ 2 അല്ലേ ഡിറ്റർമിനൻ്റ്. അപ്പോൾ ലാംഡ 1 × ലാംഡ 2 = 12 ആണ്. അപ്പോൾ ലാംഡ 1ൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ ലാംഡ 2 എന്ന് പറഞ്ഞാൽ 12/3 അഥവാ 4 ആണ്. സോ ലാംഡ 2 അല്ലെങ്കിൽ അതർ eigen വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ മെട്രിക്സ് ഹാസ് eigen വാല്യൂസ് 1 and -1, വാട്ട് ആർ ദ eigen വാല്യൂസ് ഓഫ് A³ എന്നാണ് കേട്ടോടാ. A³ ആണ്, A3 അല്ല, A⁻3. അപ്പോൾ എന്താ? ഒരു മെട്രിക്സിൻ്റെ eigen വാല്യൂസ് 1ഉം -1ഉമാണ്. അങ്ങനെയാണെങ്കിൽ A³ eigen വാല്യൂസ് എന്തൊക്കെയായിരിക്കാം? A³ eigen വാല്യൂസ് നേരത്തെ പറഞ്ഞു. എന്താണ്? നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. eigen വാല്യൂസ് ഓഫ് എ മെട്രിക്സ് 1ഉം 2ഉം 3ഉം ആണെങ്കിൽ A² eigen വാല്യൂസ് ചോദിച്ചു. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? അതിൻ്റെ eigen വാല്യൂസിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ന് പറഞ്ഞു.
1ൻ്റെ സ്ക്വയർ 1, അതുപോലെ 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, അങ്ങനെ 149 ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയ ഉത്തരം. ഇവിടെ എന്താണ് ഏഗൻ വാല്യൂസ് 1ഉം -3ഉം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ ക്യൂബിൻ്റെ എന്തായിരിക്കും? λ1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1, λ2 എന്ന് പറഞ്ഞാൽ നമുക്ക് -1 കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ λ1ൻ്റെ ക്യൂബ് 1, λ2ൻ്റെ ക്യൂബ് -1ൻ്റെ ക്യൂബ്. -1ൻ്റെ ക്യൂബ് എന്താടാ? ശ്രദ്ധിക്കണേ, -1ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു -1 അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് വീണ്ടും മൈനസ് ആണ്. 1 ഇൻറ്റു 1 ഇൻറ്റു 1 1. അപ്പോൾ λ1ൻ്റെ ക്യൂബ് 1, λ2ൻ്റെ ക്യൂബ് -1. അപ്പോൾ നമുക്കിവിടെ എന്താ ഉത്തരം വരിക? 1ഉം -1ഉം. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷനിലുണ്ട്. കണ്ടോ? ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഈ നെഗറ്റീവ് നമ്പറില്ലേ -1 റേസ് ടു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാലും -1 റേസ് ടു ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാലും ഉള്ള കാര്യം അറിയില്ലേ? അപ്പോൾ -1 റേസ് ടു ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ എന്താണ്? അത് സ്ക്വയർ ആയി പോകും. മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആവും. അങ്ങനെ നമുക്ക് പോസിറ്റീവ് നമ്പറാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ +1 കിട്ടുന്നത്. ഇനി -1 റേസ് ടു ഒരു ഓഡ് നമ്പർ 1, 3, 5, 7, 9 എന്നൊക്കെ പറയുന്ന നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫൈനൽ ഉത്തരം എന്തായിരിക്കും? -1 തന്നെ ആയിരിക്കും കേട്ടോ. അത് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ 3/3 matrix A has a trace of 15 if 2 of its eigenvalues are 4 and 5. What is the third eigenvalue? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു 3/3 മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇനി അതിൻ്റെ 2 ഏഗൻ വാല്യൂസ് 4ഉം 5ഉം ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വാല്യൂ എന്താണ്? നോക്കിയാടാ, 3/3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ 3 ഏഗൻ വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? 15 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ച ഫസ്റ്റത്തെ ആ ഒരു പോയിന്റ് റീകളക്ട് ചെയ്യുക. എന്തായിരുന്നു ഫസ്റ്റത്തെ പോയിന്റ്? λ1ഉം λ2ഉം λ3യും ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ആണെങ്കിൽ ഏഗൻ വാല്യൂസിൻ്റെ സം ആയിരിക്കും എന്ത്? ട്രേസ് എന്ന് പറയുന്നത് അല്ലേ? λ1 + λ2 + λ3 ആയിരിക്കും അവിടുത്തെ ട്രേസ് എന്ന് പറയുന്നത്. λ1 + λ2 + λ3 എന്ന് പറയുന്നത് ട്രേസ് ആയിരിക്കും, സം ആയിരിക്കും അല്ലേ? അപ്പോൾ 4 + 4, λ1നെ ഞാനൊരു 4 എന്ന് കൊടുത്തു, λ2നെ 5 എന്ന് കൊടുത്തു. എനിക്ക് λ3 അറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ λ1 ഇതിന് പകരം 4, λ2ന് പകരം 5, λ3 അറിയില്ല. സോ സം ഓഫ് ദ ഏഗൻ വാല്യൂസ് ട്രേസ് ആണ്. ട്രേസ് എത്ര പറയുന്നേ? 15 ആണ്. അപ്പോൾ ട്രേസിൻ്റെ വാല്യൂ 15 പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് λ3 കണ്ടുപിടിച്ചൂടേടാ. എങ്ങനെയാ? 5, 4, 9, 9 + λ3 = 15 ആണ്. സോ അതിൽ നിന്ന് λ3ൻ്റെ വാല്യൂ 15 - 9, 15 - 9 ആണ്. 15 - 9 എത്ര? 6 ആണ് അല്ലേ? സോ λ3യുടെ വാല്യൂ എത്രയാണ്? 6 വരും. ഓപ്ഷനിലുണ്ടോ? യെസ്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ് നോക്കി വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ക്ലാസ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.